യുദ്ധം അനിവാര്യമായി. കൗരവരും പാണ്ഡവരും പാളയത്തിൽ പടയൊരുക്കം തുടങ്ങി. ദുര്യോധനൻ തൻ്റെ 11 അക്ഷൗഹിണി സൈന്യങ്ങളെയും പരിശോധിക്കുന്നു. കാലാൾ സൈന്യങ്ങൾ എന്തിനും തയ്യാറായി വർദ്ധിത വീര്യത്തോടെ നിൽക്കുന്നു. അശ്വാരൂഢന്മാരും ഗജാരൂഢന്മാരും രഥാരൂഢന്മാരും വളരെ ഉത്സാഹത്തോടുകൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ദുര്യോധനന് വളരെ സന്തോഷമായി. പാണ്ഡവരുടെ 7 അക്ഷൗഹിണി സൈന്യങ്ങളെ നശിപ്പിക്കുവാൻ തൻ്റെ സൈന്യങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല എന്ന് ദുര്യോധനൻ ചിന്തിക്കുന്നു. 11 അക്ഷൗഹിണികൾക്കും ഓരോ നായകന്മാരെ ദുര്യോധനൻ തീരുമാനിക്കുന്നു. കൃപൻ, ദ്രോണർ, ശല്യൻ, ജയദ്രഥൻ, കർണൻ, ശകുനി തുടങ്ങി 11 സൈന്യാധിപന്മാർ. അവർക്കെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ ദുര്യോധനൻ നൽകുന്നു. ഇനി വേണ്ടത് ഒരു സർവ്വസൈന്യാധിപനാണ്. ദുര്യോധനൻ ഭീഷ്മപിതാമഹൻ്റെ അരികിലെത്തി പറഞ്ഞു: പിതാമഹ, യുദ്ധത്തിന് തയ്യാറായി സൈന്യങ്ങളെല്ലാം നിൽക്കുന്നു. അതുകൊണ്ട് അങ്ങ് സർവ്വസൈന്യാധിപനായി നിന്ന് സേനകളെയെല്ലാം നയിക്കണം എന്നാണ് എൻ്റെ വിനീതമായ ആഗ്രഹം.